എനിക്ക് സന്തോഷമാണ്. ഇത്രയും ഭംഗിയായി വരുമെന്നോ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചൊരു കാര്യമല്ല. ചെറിയ രീതിയിൽ പുഴ എങ്ങനെയെങ്കിലും ഒന്ന് ചെറിയ രീതിയിലൊന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പൂർത്തീകരിക്കാൻ സാധിച്ചത്. 3 വർഷം മുൻപ് പുല്ലാന്തിയാർ കണ്ടിട്ടുള്ള ആരും കരുതിയിരുന്നില്ല വെള്ളം തൊഴിഞ്ഞു പോകാൻ കഴിയുന്ന, ഇറങ്ങി കുളിക്കാൻ കഴിയുന്ന ഒരു പുഴയായി ഇത് മാറുമെന്ന്. പുല്ലും പോളയും പായലും വളർന്നു തിങ്ങി നീരൊഴുക്കും തടസ്സപ്പെട്ട് മരണത്തിന്റെ വക്കിലായിരുന്നു പുല്ലാന്തിയാർ. 9 കിലോമീറ്റർ ദൂരമുണ്ട് പുല്ലാന്തിയാറിന്. മൂവാറ്റുപുഴ ആറിന്റെ കൈവഴി പുല്ല് വളർന്നു കയറുകയും പോള നിറയുകയും ചെയ്തതോടെ ചെറുവെള്ളത്തിൽ പോലും ഇതുവഴി യാത്ര അസാധ്യമായിരുന്നു. ഒഴുക്ക് നിലച്ചതോടെ പുഴയിൽ വെള്ളം മലിനമായി. ഇറങ്ങുന്നവർക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും. ഇങ്ങനെയാകെ നാശത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഏനാദി ചുടുത്തുരുത്തിൽ അനിൽകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂലുകൊണ്ട് റോഡ് വൃത്തിയാക്കുന്ന രംഗങ്ങൾ ടെലിവിഷനിൽ കാണുന്നത്. ഇത് കണ്ടതോടെ പുല്ലാന്തിയാർ വൃത്തിയാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ എന്താണെന്ന് തടിവെട്ട് തൊഴിലാളി കൂടിയായ അനിൽകുമാറിന് തോന്നി. പിന്നെ അതൊരു തീരുമാനവും നിശ്ചയദാർഢ്യവുമായി. പിറ്റേന്ന് മുതൽ രാവിലെ തന്റെ വള്ളത്തിൽ പുല്ലാന്തിയാറിൽ ഇറങ്ങി ശുചീകരണം നടത്തി തുടങ്ങി. ആരോടും പ്രതിഫലം ആവശ്യപ്പെടാതെ, സഹായം തേടാതെ എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ പുല്ലാന്തിയാർ വൃത്തിയാക്കൽ അദ്ദേഹത്തിന്റെ ദിനചര്യയായി മാറി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടിട്ടും അനിൽകുമാർ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇതിനിടെ അനിൽകുമാറിന്റെ തന്നെയുള്ള ശ്രമവും പ്രതിബദ്ധതയും നാട്ടിൽ ചർച്ചയായി. അതോടെ പഞ്ചായത്ത് ഭരണസമിതി തന്നെ മുൻകൈയെടുത്ത് പുഴ ശുചീകരിക്കാൻ ഒരു ശ്രമം നടത്തി. 65 പേരുടെ സംഘത്തെ രൂപപ്പെടുത്തി. എന്നാൽ ഇവർ ഒരാഴ്ചക്കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും 100 മീറ്റർ ദൂരത്തിലെ പോളയും പായലും നീക്കാനേ കഴിഞ്ഞുള്ളൂ. അത്രയ്ക്ക് ദുഷ്കരമായിരുന്നു ജോലി. എന്നാൽ തന്റെ ശ്രമം കൊണ്ട് ഓരോ ദിവസവും അല്പാൽപമായി പായൽ നീങ്ങി വെള്ളം തെളിയുന്നത് കണ്ടതോടെ അനിൽകുമാറിന് ആവേശമായി. അങ്ങനെ 3.5 വർഷം കൊണ്ട് 5 കിലോമീറ്റർ ഭാഗം വൃത്തിയാക്കി പുല്ലാന്തിയാറിനെ വീണ്ടെടുത്തിരിക്കുകയാണ് ഈ സാമൂഹ്യ സ്നേഹി. പുഴ പുല്ലുകയറി കടന്ന സമയത്ത് ശുദ്ധജലം കിട്ടാതെ ഇരു കരകളിലെയും കൃഷികളും മറ്റും നിലച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ആറ്റിലെ വെള്ളം തെളിഞ്ഞ് നീരൊഴുക്കായതോടെ ഇരു കരകളിലും വാഴകൃഷിയും പച്ചക്കറി കൃഷിയും അടക്കം സജീവമായി. തെളിഞ്ഞൊഴുകുന്ന പുല്ലാന്തിയാറിന്റെയും ഹരിതാപമായ ഇരു കരകളുടെയും ഈ മാറ്റത്തിന് കാരണക്കാരൻ അനിൽകുമാർ എന്ന ഒറ്റ വ്യക്തിയാണെന്ന് നാട്ടുകാർ ഒറ്റക്കെട്ടായി പറയുന്നു. ചെമ്പി ഏനാദി കാട്ടിത്തറ മുതൽ കല്ലുകൂത്താം കടവ് വരെയും മണപ്പുറം മുതൽ ചെമ്പകശ്ശേരി പാലം ചെറുതുരുത്തി ദേവസ്വംകരി വരെയുള്ള 5 കിലോമീറ്റർ ദൂരം പുല്ലാന്തിയാറിലൂടെ ആളുകൾ വള്ളത്തിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അനിൽകുമാറിനും അഭിമാന നിമിഷം. പുല്ലാന്തിയാറിനെ വീണ്ടെടുക്കാൻ ഒറ്റയ്ക്കിറങ്ങിയ അനിൽകുമാറിനെ വിവിധ സംഘടനകൾ കഴിഞ്ഞ ദിവസം ഉപഹാരം നൽകി ആദരിച്ചു. എന്നാൽ പുല്ലാന്തിയാറിന്റെ ശേഷിക്കുന്ന ഭാഗം കൂടി വൃത്തിയാക്കി പുഴ പൂർണ്ണമായി വീണ്ടെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അവിവാഹിതനായ അനിൽകുമാർ ഒറ്റയ്ക്കാണ് താമസം. പുല്ലാന്തിയാറ് മൂവാറ്റുപുഴയുടെ കൈവഴിയാണ്. അതായത് ഒരു ലിങ്ക് വന്നത് മുക്കം കൊല്ലേലി എന്ന് പറഞ്ഞ അവിടെ നിന്ന് തുടങ്ങി കല്ലുത്തങ്കടവ് വഴി മണപ്പുറത്ത്, മണപ്പുറം താഴ്ത്ത്, അതായത് ചെമ്പകശ്ശേരിയിൽ വന്ന് ചേരുന്നു. പിന്നെ ഒരെണ്ണം കാട്ടുത്തറയിൽ നിന്ന് തുടങ്ങി ചെമ്പകശ്ശേരി ചെന്ന് ചേർന്ന്, അപ്പോൾ ഈ 2 പുഴ ഒന്നായിക്കൊണ്ടാണ് പിന്നെ മുറിഞ്ഞപുഴയിലേക്ക് പോകുന്നത്. മുറിഞ്ഞപുഴ പൂക്കൈതയിൽ ചെന്ന് ചേരി ഇപ്പോൾ. അപ്പം മൊത്തത്തിൽ ഏതാണ്ട് ഒരു 9 കിലോമീറ്ററാണ് ഏകദേശം നമ്മൾ കണക്കാക്കുന്നത്. അതിലിപ്പോൾ 5 കിലോമീറ്റർ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.